നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സജീവമായി രാഷ്ട്രീയ പാർട്ടികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഈ ആഴ്ച ഒടുവിൽ. ഉദ്ഘാടന പരമ്പരയുമായി പ്രധാനമന്ത്രി വന്യജീവികൾക്കൊപ്പം ഉണ്ടുറങ്ങി. ആനപ്പുറത്തേറി ജീപ്പിൽ കറങ്ങി മോദി. ഇങ്ങനൊരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ആദ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി അധിക നാളുകളില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഈ ആഴ്ചയുണ്ടാകും. മാർച്ച് 13-ന് ശേഷം പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യത. നയതീരുമാനങ്ങളും പുതിയ പദ്ധതി പ്രഖ്യാപനങ്ങളും ബുധനാഴ്ചക്കകം പൂർത്തിയാക്കാൻ വിവിധ മന്ത്രാലയങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപുള്ള കേന്ദ്ര മന്ത്രിസഭയുടെ അവസാനത്തെ യോഗം ചൊവ്വാഴ്ച നടക്കും. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ പുതിയ പ്രഖ്യാപനങ്ങളൊന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ വിവിധ പദ്ധതികളുടെ പ്രഖ്യാപനം മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായേക്കും. വിവിധ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പര്യടനം ഈ മാസം 13-ന് അവസാനിക്കും. കേന്ദ്ര സേനകളുടെയും അർദ്ധ സൈനിക വിഭാഗങ്ങളുടെയും വിന്യാസം സംബന്ധിച്ചും മറ്റുള്ള ചർച്ചകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ആന്ധ്രാപ്രദേശ്, ഒഡീഷ, അരുണാചൽ പ്രദേശ്, സിക്കിം സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കാനുണ്ട്. ഈ സംസ്ഥാനങ്ങളിലേക്ക് അടക്കമുള്ള സൈനിക അർദ്ധ സൈനിക വിന്യാസം സംബന്ധിച്ചെല്ലാം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ല അടക്കമുള്ളവരുമായി ചർച്ച നടത്തി. കേന്ദ്ര സായുധ സേനകളുടെ 3400 കമ്പനികൾ വിവിധ ഘട്ടങ്ങളിലായി നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വേണ്ടിവരുമെന്ന് കമ്മീഷൻ കണക്കാക്കുന്നത്. സേനകളുടെ മുൻകൂർ വിന്യാസം അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പദ്ധതി രൂപരേഖ 12-നോ 13-നോ സമർപ്പിക്കാനാണ് കമ്മീഷൻ ആഭ്യന്തര റെയിൽവേ മന്ത്രാലയങ്ങളോടും വിവിധ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും നിർദ്ദേശിച്ചിരിക്കുന്നത്. കമ്മീഷന്റെ അവസാനത്തെ പര്യടനം 12-നും 13-നുമായി ജമ്മു കശ്മീരിലാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനങ്ങൾ നിർവഹിച്ചു വരികയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഞായറാഴ്ച പുതിയ വിമാനത്താവളങ്ങൾ നാടിന് സമർപ്പിക്കും. 1 ലക്ഷം കോടി നിക്ഷേപം വരുന്ന 100 ദേശീയപാത പദ്ധതികൾ തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യും. ചൊവ്വാഴ്ച പൊഖ്രാൻ സന്ദർശിക്കുന്ന മോദി അന്ന് തന്നെ ഗുജറാത്തിൽ നടക്കുന്ന ചടങ്ങിൽ 10 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. ദ്വാരക എക്സ്പ്രസ് വേയുടെ 1-ാം ഘട്ടം ഉദ്ഘാടനം, 14,000 കോടി ചെലവ് പ്രതീക്ഷിക്കുന്ന ബംഗളൂരു വിജയവാഡ എക്സ്പ്രസ് വേയുടെ ശിലാസ്ഥാപനം എന്നിവയും തിങ്കളാഴ്ച മോദി നിർവഹിക്കുന്നുണ്ട്. അതേസമയം 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസമിലും അരുണാചൽ പ്രദേശിലും സന്ദർശനം നടത്തി. ഇന്നലെ പുലർച്ചെ കാസിരംഗ നാഷണൽ പാർക്കിലെത്തിയ പ്രധാനമന്ത്രി അവിടെ ആന സവാരിക്കൊപ്പം ജീപ്പ് സഫാരിയും നടത്തി. കഴിഞ്ഞ ദിവസം പുലർച്ചെ 5 മണിയോടെയാണ് പ്രധാനമന്ത്രി കാസിരംഗ നാഷണൽ പാർക്കിലെത്തിയത്. കാസിരംഗയിൽ രാത്രി വിശ്രമത്തിനു ശേഷം ജംഗൽ സഫാരിക്ക് എത്തിയ രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. വെള്ളിയാഴ്ച വൈകുന്നേരം പ്രധാനമന്ത്രി തേജ്പൂരിൽ എത്തിയിരുന്നു. അവിടെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. രാത്രി വിശ്രമത്തിന് ശേഷം രാവിലെ അദ്ദേഹം കാസിരംഗ സന്ദർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാസിരംഗയിൽ എത്തുന്നതിന് മുൻപ് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമാക്കിയിരുന്നു. 2 മണിക്കൂറോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാസിരംഗ നാഷണൽ പാർക്കിൽ തങ്ങി എന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.